ഏറെ പ്രതീക്ഷയോടെ ജൂൺ 5-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു നസ്ലൻ നായകനായ മോളിവുഡ് ടൈംസ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന ചിത്രത്തിന് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമെന്ന നിലയിലും പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയാണുണ്ടായിരുന്നത്. സക്സസ് ട്രിലോജിയിൽ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിന് ശേഷം അഭിനവ് സംവിധാനം ചെയ്ത ചിത്രത്തിൽ വിനീത് മാധവൻ എന്ന കഥാപാത്രമായിട്ടായിരുന്നു നസ്ലൻ വേഷമിട്ടത്. റിലീസ് ചെയ്ത് 18-ാം ദിനത്തിൽ ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്നും ഏകദേശം 4 ലക്ഷം രൂപ മാത്രമാണ് നേടാനായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചിദംബരം എസ്. പൊതുവാൾ സംവിധാനം ചെയ്ത ബാലൻ ദി ബോയ് തിയേറ്ററുകളിൽ നിന്നും വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന സാഹചര്യത്തിലാണ് ചിത്രത്തിന്റെ പതനം. 18 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മാത്രമായി സ്വന്തമാക്കിയിരിക്കുന്നത് 9.98 കോടി രൂപയാണ്. ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ചിത്രം 1.76 കോടിയും സ്വന്തമാക്കിയിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പുറത്തെ തിയേറ്ററുകളിൽ നിന്നും ചിത്രം ഏകദേശം 8.95 കോടിയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതടക്കം ചിത്രത്തിന് നേടാൻ സാധിച്ചതാകട്ടെ 19.17 കോടി രൂപയാണെന്നാണ് സിനിമാ പേജുകളിലെ കണക്കുകൾ നൽകുന്ന വിവരം. ചിത്രത്തിന്റെ ബജറ്റ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും വലിയ താരനിരയുള്ള ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ OTT റൈറ്റ്സിലൂടെയും സാറ്റലൈറ്റ് റൈറ്റ്സിലൂടെയും മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നാണ് പലരും കണക്കുകൂട്ടുന്നത്. നസ്ലിന് പുറമെ ചിത്രത്തിൽ വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ്, ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, ജഗദീഷ്, അലക്സാണ്ടർ പ്രദീപ് തുടങ്ങിയവരും പ്രധാന വേഷത്തിലെത്തിയിരുന്നു.